മോർണിംഗ് മോർണിംഗ് എന്താ പരിപാടി? എങ്ങോട്ട് പോകുന്നു? മാർക്കറ്റിൽ പോന്നാ? എവിടെ? ഇവിടെ കൊണ്ടോട്ടി മാർക്കറ്റിലാണോ? ബിസിനസ് ആണോ? ഒന്നുമില്ല. എന്താ പരിപാടി? കൊണ്ടോട്ടി മാർക്കറ്റ് ബിസിനസ്സാ? ഇവിടെ മാർക്കറ്റിലാണോ അതോ അല്ല പുറത്താണോ? ഇവിടുന്ന് സാധനം എടുത്തു പോകും. പുറത്തേന് അത് കൊറോണ പെട്ട് കൊറോണക്ക് വന്ന് കുടിക്കുന്ന പ്രവാസിയായിരുന്നോ? ഓ അത് ശരി. എവിടെയായിരുന്നു? സൗദിയിൽ. ഇപ്പൊ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? 3 വർഷമായിട്ട് ഇവിടെ ഉണ്ടോ? 4.5 വർഷമായി. ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ലേ? പോണം. നല്ല ചൂടല്ലേ അന്തരീക്ഷത്തിലൊക്കെ? തെരഞ്ഞെടുപ്പിന് ചൂട് എങ്ങനെ ഉണ്ട്? നല്ല ചൂടാ. ആരാ സാധ്യത? പറയാൻ പറ്റില്ല. കടുത്ത മത്സരമാണോ? ആണോ? ലീഗും അങ്ങനെ ആവാം. അപ്പൊ വസീഫ് ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണെന്നാണോ പറയുന്നത്? ഞാൻ രണ്ടാളും ശക്തരാന്ന് പറയുന്നില്ല. ടി മുഹമ്മദ് ബഷീറും പറയുന്നില്ല, വസീഫും പറയുന്നില്ല. അതെന്താ? അബ്ദുൽ സലാമാണോ? അല്ല. അബ്ദുൽ സലാമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ചിരിയ. എന്താ കാര്യം? രണ്ടുപേരും ശക്തരല്ല എന്ന് പറയാൻ കാര്യം? ശക്തരാണ്. അപ്പം പ്രവചനാതീതമാണോ? പക്ഷേ UDF പറയുന്നത് UDFിന്റെ ഒരു കോട്ടയാണല്ലോ. 1 ലക്ഷം വോട്ടുകൾ അവർക്ക് ഭൂരിപക്ഷം ഈസി ആയിട്ട് കിട്ടുമെന്നാണ്. വരാനാണ് സാധ്യത ആണ്. എന്താ ചേട്ടാ സാധ്യത? എവിടെയാണ്? ഓക്കെ, 2 ലക്ഷം വോട്ടിന് ഈസി ആയിട്ട് ഈസി വാക്കോവർ. അതെന്താ കാര്യം? പച്ചന്റെ കോട്ടയല്ലേ? കൊണ്ടോട്ടി പറഞ്ഞ പച്ചന്റെ കോട്ടയാണ്. അത് ഇന്ന് വരെ തെറ്റിച്ചില്ല. 2 ലക്ഷം ഷുവർ. 2004 മാറി. എങ്ങനെ? 2004 TK ഹംസ മലപ്പുറം മണ്ഡലം കൊണ്ടുപോയില്ലേ? അന്നത്തെ രാഷ്ട്രീയ അത് തന്നെ വരും ആണോ? അല്ലേ? എന്താണ് ഇത്ര ഉറപ്പ് പറയാൻ കാര്യം? പരിചയമുള്ള ആള് വഴി അറിയുന്ന ആളുവാ. ആണോ? വസീഫിനെ പോരാ? ചെറുപ്പക്കാരനല്ലേ? ആസിഫിനും മറ്റോൽക്കൊക്കെ സീറ്റ് കൊടുക്കണ പറഞ്ഞാൽ തോൽക്കുന്ന സീറ്റ് ആയതുകൊണ്ടാണോ കൊടുക്കണേ? മറ്റൊരാളെ കൊടുത്തപ്പോഴും ഇങ്ങനെ പറഞ്ഞു. പക്ഷെ TK ഹംസ ജയിച്ചു. മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. TK ഹംസ ചെയ്തില്ല. ടി മുഹമ്മദ് ബഷീർ സമദാനിയൊക്കെ മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു തോന്നുന്നുണ്ടോ? ഇവിടെ നല്ല പുരോഗതി ഉണ്ട്. ഇവിടെ നല്ല പുരോഗതി ഉണ്ട്. ആണോ? ടി മുഹമ്മദ് ബഷീർ തന്നെ ജയിക്കും അല്ലേ? 2 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം. 2 ലക്ഷത്തിന് ഭൂരിപക്ഷം. അതായത് അന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയ അതേ ഭൂരിപക്ഷം കിട്ടുമോ? അതിലും കൂടുതൽ ഭൂരിപക്ഷം കിട്ടും. ആണോ? എന്താ ചേട്ടാ ചെറുപ്പക്കാരാ, എന്താണ് അഭിപ്രായം? എന്താണ് അവസ്ഥ? തന്നെ ജയിക്കും. 2 ലക്ഷം ഭൂരിപക്ഷം വരുമോ? 2 ലക്ഷം ഭൂരിപക്ഷം വരുമോ? പക്ഷെ കടുത്ത മത്സരമല്ലേ? വസീഫും കൂടി രംഗത്ത് വന്നപ്പോ എന്താ അവസ്ഥ? വസീഫ് പ്രശ്നമല്ല. SFIന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സാനുവിന് മുന്നിൽ ഇറക്കിയല്ലേ? അവരെ സ്ഥിരം ഒരു പരിപാടിയാണ്. അങ്ങനത്തെ മുസ്ലിം നാമധാരികളെ കൊടുന്ന് മലപ്പുറം ജില്ലയിലെ ലീഗിനെ തകർക്കാൻ നേർച്ചക്കോഴി പോലെ ബലിയായിട്ട് കൊടുക്കുക എന്ന് പറയും. അങ്ങനെയാണ് ഒരു വിഷയമല്ല അവിടെ. ഓക്കെ, പാർലമെന്റിൽ ആര് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തന്നെ പോകണം. പാർലമെന്റിൽ ഇടിമുഴക്കമാവണം. ഇന്ത്യയിൽ സംസ്ഥാനം മൊത്തം എല്ലാ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഈറ്റിനെ പോലെ വേറെ ഏത് നേതാവുള്ളത്? ഈറ്റിയെ പോലെ പോരാടുന്ന വേറെ ഏത് നേതാവുള്ളത്? ആരുമില്ല അല്ലേ? നമ്മൾ കഴിഞ്ഞ കാല ചരിത്രങ്ങൾ നോക്കിയാൽ പോരാ. ഓക്കെ. എന്താ ഇവിടെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ചിത്രം തെളിഞ്ഞോ? ഉഷാറാണോ? ഈറ്റിയോ വസീഫോ? ആരാ? ഈറ്റിയോ വസീഫോ? വസീഫാണ്. എന്താ വസീഫ് വരാൻ സാധ്യതയുള്ളത് പറയാൻ കാര്യം? ഇവർ പറയുന്നത് 1 ലക്ഷത്തിന് പുറത്ത് വോട്ടിന് ഈറ്റി ജയിക്കുമെന്നാണല്ലോ. മുമ്പേ ഉള്ളതാ. വസീഫ് വന്നൊരു ഇളക്കം മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വസീഫ് വരും, മാറ്റം വരും എന്നാണ് ചില ആളുകൾ പറയുന്നത്. 1 ലക്ഷത്തിന് പുറത്ത് വോട്ടിന് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താ എങ്ങോട്ട് പോകുന്നു? രാവിലെ എങ്ങോട്ട് പോകുന്നു? എയർപോർട്ടിൽ പോയിട്ട് വന്നാ? ആരെ? അളിയനെ കൊണ്ടാക്കിയോ? എനിക്ക് തോന്നി അളിയനെ കൊണ്ടാക്കി വന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. അളിയനെ എങ്ങോട്ടാ പോയത്? സൗദിയിലേക്ക്. ചേട്ടൻ പ്രവാസിയാണോ? അല്ലല്ലോ. എവിടെയായിരുന്നു നാട്ടില്? പ്രവാസിയായിട്ട് എവിടെയായിരുന്നു? സൗദി തന്നെയായിരുന്നു. അപ്പൊ അളിയൻ പോയി. സങ്കടമുണ്ട്.